ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ. കോഴിക്കോട് നമ്മളെ പഴയ സുഹൃത്തായ ഹമീദ് ഖാൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. നല്ല ബേബിക്കുള്ള തൊട്ടിലും ഞങ്ങൾക്കുള്ള റൂമെല്ലാം ഹമീദ് ഖാൻ നല്ല രീതിയിൽ സെറ്റാക്കി തന്ന്. അങ്ങനെ രാത്രി എത്തുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, 12 മണിയായി. അതിന് ശേഷം നല്ല ജ്യൂസെല്ലാം കുടിച്ച് നമ്മൾ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ഏകദേശം 8:30-9 മണിയായി. നല്ല അടിപൊളി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. കാരണം നമ്മൾ നാടൻ ഫുഡിന് തന്നെയാണല്ലോ ആഗ്രഹിച്ചത്. എല്ലാവരോടും ചോദിക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ വയനാടേക്കാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി ബാക്കിയുള്ള കാഴ്ചകളിലാണ്. ഗൈസ്, ഇതൊരു സംഭവബഹുലമായ സ്ഥലമായിരുന്നു. പൂളും സ്വിമ്മിങ് പൂളും അതാണ് നമ്മളെ ഗൈസ്. നമ്മളങ്ങനെ CM മടവൂർ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കോസ്റ്റ്യൂമെല്ലാം മാറിയിട്ടുണ്ട്. കാണിച്ചു തരാം. ആളായിരുന്നു മനസ്സിലാവുന്നു. പോയി ഓളെ കോസ്റ്റ്യൂം മാത്രം മാറ്റിയിട്ട. മാഡം എങ്ങോട്ടാണ്? ഹലോ മാഡം, എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, എങ്ങോട്ടാണ് മാഡം പോകുന്നത്? നല്ല വേണ്ടല്ലോ സിനിമാറ്റിക്കലി. അങ്ങനെ നമ്മൾ CM മക്കാമിലെല്ലാം സിയാറത്ത് ചെയ്തതിന് നേരെ മർക്കസ് നോളേജ് സിറ്റി ലക്ഷ്യമാക്കിയിട്ട് പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു CM മക്കാമിൽ? ഇതുവായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെന്തുവായിരുന്നില്ല, നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാനെന്തായിരുന്നു. അപ്പോൾ നമുക്കിനി നോളജ് സിറ്റി എത്തിയിട്ട് കാണാം. ഒരു ഇവിടുന്ന് ഷോർട്ട് കട്ട് ചെയ്തിട്ടുള്ള റോഡിലാണ് പോകുന്നത്. നല്ല രസം. കുറച്ച് പൊക്കി പിടിച്ചിട്ട് നമുക്ക് കാണിക്കും. നല്ല രസം. ചെറിയ റോഡാണെങ്കിലും മെക്കാടൻ റോഡാണ്. നല്ല സുഖം. ഇത് വേറെ ഗൈസ്, നമ്മളിപ്പോൾ ലാസ്റ്റ് പെട്രോൾ ഫുള്ളാക്കിയത് മാഹിന്നാണ്. അതിന് ശേഷം നമ്മൾ 27 കിലോമീറ്റർ ഓടി. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളാക്കി നോക്കാം. എത്ര ലിറ്ററിൽ ഫുള്ളാണെന്നുള്ളത്. 10 ലിറ്റർ അടിക്കാൻ പറ്റുക. വേറെ ഒരു 8 ലിറ്ററിൻ്റെ പോകും തോന്നുന്നു. നോക്കാം. നമ്മൾ 10 ലിറ്റർ അടിച്ചിട്ട് ഫുള്ളായിട്ടില്ല. അതുകൊണ്ട് ദിവസങ്ങൾ ആദ്യം ഫുള്ള് അടിക്കാൻ പറ്റുന്നു. ഫുള്ളായി അല്ലേ? അപ്പോൾ 2 ലിറ്റർ ഫുള്ളായല്ലോ. 12 ലിറ്റർ ആയി. നേരത്തെ നമ്മൾ എത്ര ഫുള്ളടിച്ചിരുന്നറിയില്ല, എത്ര അടിച്ചിരുന്നറിയില്ല. നമ്മൾ 13.29 ലിറ്റർ പെട്രോൾ അടിച്ച്. അപ്പോൾ നമുക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ 1 അടിച്ചിട്ടാണല്ലേ പെട്രോൾ അടിച്ചിട്ട് കണക്ക് നോക്കി. അപ്പോൾ എൻ്റെ ഒരു ധാരണ ഏകദേശം ഒരു 15 കിലോമീറ്റർ മൈലേജ് ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് AC ഇട്ടിട്ട് കുറേ സമയം നിർത്തി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇനി കുറച്ച് നമ്മൾ ഒരു 100 കിലോമീറ്റർ കൂടി ഓടിയിട്ട് ഒന്നും കൂടി ഫുള്ളാക്കി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ടോട്ടൽ ഇപ്പോൾ നമ്മൾ മാഹിന്ന് അടിച്ചിട്ട് 127 കിലോമീറ്റർ ഓടി. മാഹിലത്തെ പെട്രോളിൻ്റെ പ്രശ്നമുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഭാരത് പമ്പിൽ നിന്ന് അടിച്ചിട്ടാകുമ്പോൾ 13.29 ലിറ്ററാണ് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 127 കിലോമീറ്റർ ഓടിയിട്ട് 13.29 ആകുമ്പോൾ 9.5 മൈലേജ്. അത് കുറച്ച് മോശമായിപ്പോയി. ഇങ്ങനെ നമുക്കൊരു 100 കിലോമീറ്റർ കൂടിയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ആകുമ്പോൾ കുറച്ച് പെട്രോൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാകും തോന്നുന്നു. നോക്കാം നമുക്ക്. പിന്നെ ഫുൾ ലോഡാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നേരെ നോളേജ് സിറ്റി.
നമ്മളങ്ങനെ നോളജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു എൻട്രൻസ്. ഫസ്റ്റ് കയറി കിട്ടുന്നതാണ് ഫേസിങ് എന്ന് തോന്നുന്നു. ഇതൊരു സിറ്റിയാണ്, നോളജ് സിറ്റി. കുറേ ആൾക്കാർ താമസിക്കുന്നത്, കുറേ ആൾക്കാർ ഫേസിങ് ഹോട്ടൽ. അന്ന് പാങ്ങാക്കിട്ടുണ്ടായിന ഇത് നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വരുന്ന കാഴ്ചകൾ കാണാം. ഉള്ളടുത്ത് നേരെ ഉള്ളിലേക്ക് പോയി താഴെ ചെറിയൊരു പള്ളിയുണ്ട്, അതിൻ്റെ മേലെയാണ് മെയിൻ മസ്ജിദ് വരുന്നത്. നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തൊരു പള്ളിയാണ്. ഒരുപാട് പേർക്ക് ഒരേ സമയം ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും. ഫുൾ എയർ കണ്ടീഷൻഡാണ്. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞതേ ഇല്ല, എല്ലാവരും ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമാണ്. ഇപ്പോൾ ലേഡീസിന് മസ്ജിദിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിന്. അപ്പോൾ അവരും പോയിട്ട് ഉള്ളെല്ലാം കണ്ട്. ഉച്ചക്കൊരു 3 മണിക്കാണത് ടൈം. ഗെയ്സ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഹാപ്പി ആയിട്ടൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ തുറക്കുന്ന സമയത്ത് ഇല കയറിയിട്ട് കണ്ടു. അപ്പോൾ അവരോടൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിന്നെ അവരെ റെസ്പോണ്ട് കണ്ട് നമ്മൾ കിളി പോയി അത് കേൾക്കാം എന്താണെന്നുള്ളത്. എനിക്കെന്താ വേണ്ട ഫ്രൈ റോൾസ് ഉണ്ട്, റോൾസ് ഉണ്ട് വയ്ക്കാൻ ഇല്ല. ഈ ഇല റോൾസ് ഉണ്ട്, ഇതാവുക. ഓക്കെ ഇവിടെ എന്താ വേണ്ടത്? അവിടെ എന്താ വേണ്ടത്? രണ്ടും. അവിടെ എന്താ വേണ്ടത്? പറഞ്ഞില്ല. ചെറിയ മീൻ ഫുള്ള അല്ലെങ്കിൽ കഷ്ണങ്ങളുടെ കഷ്ണം കട്ട് ചെയ്ത് പീസുകളെല്ലാം കട്ട് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ആദ്യം മുതൽ തന്നെ ഫുഡ് വിളമ്പുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ ബാക്കിയുള്ള ഒന്നിച്ചുള്ളവരോട് ചോദിച്ചു. എല്ലാവർക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ഒരു ചേച്ചിനോട് പറഞ്ഞു. അതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ തന്നെ അവർ പെരുമാറി. ചോറ് പണിയും പറയണം സാർ. വീഡിയോ എടുത്ത് തരണം. ഒന്നാണ് ഗൈസ്, കിഡിലൻ ഫുഡ്. നല്ല വാഴയില, ഫിഷ് ഫ്രൈ, നല്ല ടോപ്പ് ഫുഡ്. എന്താ അഭിപ്രായം? എങ്ങനെയുണ്ട്? ഇനി ബില്ലും കൂടി വന്നിട്ടായിട്ട് ബാക്കി അഭിപ്രായം പറയാം. അപ്പോൾ ബില്ല് എത്ര ആയിട്ടുണ്ടാവും? എത്ര ആയിട്ടുണ്ടാവും? നീ എത്ര? ഗൈസ്, നല്ല അടിപൊളി ഫുഡ് കഴിച്ച് വേറെന്ന് പറഞ്ഞ് മനസ്സിന് കൈതപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഭാഗത്തേക്ക് എപ്പോഴെങ്കിലും ട്രിപ്പ് പോകുകയാണെങ്കിൽ ഉച്ച സമയത്ത് ഇവിടെ കയറിപ്പോൾ നല്ല ഫുഡ്, ഫ്രൈ എല്ലാം അടിപൊളി സെറ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വയനാട് നമ്മളവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി ചുരത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളെല്ലാം എങ്ങനെയെന്ന് അറിയില്ല. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, വയനാട് ചുരം കയറുകയാണ്. വയനാട് ചുരം നമ്മളെ എൻസ ബേബീൻ്റെ ഫസ്റ്റത്തെ യാത്രയാണ് വയനാട് ചുരം. എങ്ങനെയുണ്ട്? നോക്ക്, നല്ല പയ്യൽ കണ്ട നേരെ പോവാൻ വേറെന്ത് ഇവർക്ക് പണിയുള്ളത്? അല്ലേടി നിങ്ങളെ പണി ഇതല്ലേ? ഹലോ മേഡം, ഭയങ്കര നിങ്ങളുടെ ജോബ് എന്താണ് എൻസു? പറയൂ. കയ്യുമ്പല്, കരിയല്, കാലുമ്പല് അല്ലേ എൻസ? നിന്റെ ജോബ് ഇതല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ മലയെ കയറുന്നുള്ളത്
ഇതാകുന്നില്ലല്ലോ. ചെറുങ്ങനെ ചെവി അടിയുന്ന പോലെല്ലാം ആവും. ആ ഞമ്മ പോയി പള്ളി നല്ല സാധനം കാണുന്നുണ്ടല്ലോ. ഞമ്മ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ ഇതാ ലൊക്കേഷൻ. ഇവിടുന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഗൈസ്, നമ്മൾ വയനാട് വൈത്തിരി ഫാമിൻ്റെ അടുത്താണുള്ളത്. ഇതിനകത്ത് പക്ഷി, പാമ്പ്, ഇന്നെല്ലാം ഇങ്ങനെ കൈത്തിരിടാ, പക്ഷി വന്ന് കൈത്തിരിടാ, അങ്ങനത്തെ സംഭവം ഉണ്ട്. 5 ആളുണ്ട്. അമ്മ ഒരാൾക്ക് 200 രൂപ. പക്ഷേ അതിൽ പോയിട്ട് നിങ്ങളെല്ലാം പക്ഷീനെല്ലാം ഇങ്ങനെ കയ്യിൽ വെക്കോ? പാമ്പിനെ ചെങ്കൽ അങ്ങനെ കാര്യമില്ല പ്രത്യേകത്തിന് വെച്ചാൽ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലേ. ഗൈസ്, നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അന്നൊരിക്കോ വന്നൊരു സ്ഥലമാണ്. ഇവിടുന്ന് ചായ എല്ലാം കുടിച്ച് നല്ല രസമുണ്ടായി. അവിടെ ആ കാണുന്ന ഊഞ്ഞാലെല്ലാം റെഡിയായി. എന്ത് വേണം? ചായ. നമുക്ക് കഴിക്കാൻ എന്ത് വേണ്ടേ? കഴിക്കാൻ എന്തല്ല? ബിരിയാണി അല്ല, ചായക്ക് കട്ട്ലേറ്റ് ഒന്നക്കായി 5 ചായ. നേരത്തെ കുറെ എടുത്തിന് വീഴും. ഇങ്ങനെ എടുത്തോ. ഓളെ മുഖം കാണിക്കുന്നേരാ. ഓളെ മുഖം കാണിച്ചു. നല്ല വയനാടൻ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ബോർഡൊന്നും വെച്ചുകൂടല്ല. ഒരു എൻജോയ് ചെയ്യേണ്ട നല്ല സീനറിൻ്റെ അടുത്ത് വീട് നിന്നിട്ട് ഫോട്ടോ എടുത്തിന് വന്ന് കഴിഞ്ഞ ട്രിപ്പിൽ. അത് ആ ട്രിപ്പിലില്ലേ ക്യാമറ ഉണ്ടായി. നമ്മൾ ക്യാമറ വെച്ചിട്ട് സെൽഫി ഇതാക്കിയിട്ട് എടുത്ത് ഓർമ്മയുണ്ടാവും. ഗൈസ്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല മഴ വരുന്ന പോലെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടെടുത്തോ. അപ്പോൾ വ്യൂ ആണ് നിങ്ങൾ കണ്ടോ. കണ്ണിനും മനസ്സിനും എന്തോ അല്ലേ? യെസ്, ഇങ്ങനെ ഒരു ഫ്രെയിം എപ്പോൾ നമ്മളവിടെ ഉണ്ടാകുന്നല്ലേ? ഈ ഒരു മഴ മൂടം പിടിച്ചിട്ട് ഭയങ്കര തണുപ്പുണ്ട് ഗൈസ്. AC ഇട്ടുകൊണ്ട് ഉള്ളിൽ. അപ്പൊ ആ തണുപ്പിൽ നല്ല പെട്ടെന്ന് AC തണുക്കുകയൊന്നും ചെയ്യും അല്ലേ? പട്ടൊടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി? സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ നീ ഇഷ്ടമാകെ കാത്തു വെച്ചതാർക്കു വേണ്ടി? ചൊല്ല് എന്റെ റജില, ചൊല്ല് അസുറ, എന്റെ അസുറ. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി? ഗൈസ്, ഇത് തോന്നി എന്റെ പുനരധിവാസ
അല്ലേ ചൂരൽമല പുനരധിവാസ പദ്ധതിയിലുള്ള പോലെ എന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറേ പേരുണ്ട്, എല്ലാത്തിലും സോളാർ പാനലെല്ലാം വെച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമല്ലോ, കുറേ ഉണ്ടല്ലോ. ഇത് സർക്കാർ ഇതിലുള്ളതാ. പിന്നെ മമ്മൂട്ടിയെല്ലാം വന്നിട്ട് ഒരിക്കത് സന്ദർശിച്ചു. ഇതൊരു സംഭവം കേട്ടോ, വെറുതെ അല്ല വാങ്ങിയത്. ആടെല്ലാം ഉണ്ട് നോക്ക് അങ്ങോട്ടല്ലോ. എന്താന്ന് കാണിക്കുന്നേ വീഡിയോ. കുറേ ഉണ്ടല്ലോ ഇത്ര നല്ല സ്ഥലത്ത്. അടിപൊളി. അത് വീടല്ല, ആടെന്ത് രണ്ടാമതാക്കിയില്ല. ഓർക്കിടം ഇങ്ങോട്ടല്ല നല്ല ഇതാ. ഇന്ന് മാത്രം ഇടം ഇതുണ്ടല്ലേ, മഴ അലേർട്ട് ഉണ്ടല്ലേ. അതന്നെ ഞാനും കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരെ മേരേ ദിൽ കി റോണി പ്യാസ് ലഗേ തൂ ഹേ പാനി സ്നേഹത്തിൻ സുൽത്താനല്ലേ. നീ പാടണ്ടേ? വർണ്ണങ്ങൾ വിരിയുന്നി തായ്വാരത്ത് വരുമെന്നും ഞാൻ എൻ്റെ പ്രിയനോടത്ത്. മുത്തേരി കൽവിന്റെ താളമാണെടി, എന്നെന്നും നീ എൻ്റെ ജീവനാണെടി. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരെ മേരേ ദിൽ കി റോണി. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയപ്പോൾ മഴയും വയനാടെത്തി. മഴത്തുള്ളികൾ ഇതാ തുള്ളികളായി വീഴാൻ തുടങ്ങി. ഇനി നമുക്ക് കാണാം എന്താണ്, ഇനി എന്താണ് അല്ല പേമാരി. എന്താണ് പേമാരി? വാവ് വാവ്, ഫണ്ടാസ്റ്റിക്. ഇല്ല നമ്മള് ഫുള്ള് ഗാനമേള തുടങ്ങി. ട്രാക്ക് ഇടാ പാടാം. വാവ്, മഴ 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 മഴ. മഴ വന്ന് കുട വന്ന് കുട വന്നു മഴ വന്ന് മഴയില്ലേ കുടയില്ലേ മഴ ചൂട്. നല്ല വാഹന മഴ പെയ്തു. നല്ല മഴ കിട്ടി ഗൈസ്. നമ്മളെ വണ്ടിക്ക് സെറാമിക് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര കോണമുണ്ട്. ഗ്ലാസ്സിനൊരു കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിൽക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഇവൻ എന്നെ വൈപ്പർ ഇടുന്നില്ലെങ്കിൽ തന്നെ ഗൈസ് നമ്മ ഇപ്പോൾ എടുത്തിരിക്കുന്നു വയനാട്. എന്താ അതന്നെയാ. നമ്മളിവിടുന്ന്
ഡ്രസ്സെല്ലാം അലക്കി തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാൻ വേണ്ടി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഒരലിന്ന് കണ്ടല്ലോ കിട്ടിലും വരെ. അപ്പോൾ നമ്മൾ ഈ ഒരു വരെ മാക്സിമം അതിൻ്റെ സൗകര്യങ്ങളെല്ലാം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ പോലെ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഫുള്ള് ഫ്രഷായി, ഒരലിന് ഫ്രഷാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ ലേറ്റ് ആയി തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് വെച്ചിട്ട് വരാം. ഇപ്പോൾ സമയത്ത് 8:45. സുൽത്താൻ ബത്തേരി ടൗണിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്. ഇവിടെ നമുക്കൊരു നാടൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കുറേ സീറ്റിംഗ് ഉണ്ട്. നല്ല ഉറക്കിലുണ്ടായി. ഒന്നും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കെടുത്തി അപ്പണിച്ചു പോയി. എന്തായാലും ഞാൻ പിന്നെ അങ്ങനെ സ്വസ്ഥമായിട്ട് തിന്നണ്ടാണ്. നമ്മൾ അടുത്ത ഒരു വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പത്തിരിയാണ്. ഇതിനൊരു പേര് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരാൾ ടേസ്റ്റ് ഒക്കെ നീ നോക്കി. വ്ളോഗിൽ കല്ലാക്കുന്ന നോക്കി അങ്ങനെ നോക്കി. വലിയ സ്പെഷ്യൽ എന്ന് പറയാനില്ല. കടുമ്പിൻ്റെ ചെറിയൊരു അപ്പോൾ ഇതിൻ്റെയൊക്കെ കറി കൂട്ടിയിരിക്കുന്നു. പിന്നെ എത്ര വയസ്സായിട്ടുണ്ടാവും? ഏകദേശം ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും? ഓൾ കണ്ടിന്യൂ ഡോക്ടർ എത്ര ആയിട്ടുണ്ടാവും? ഇങ്ങനെ കണക്കൂട്ടല്ലേ? അപ്പോൾ 10 കള്ളപ്പോൾ അപ്പോൾ 360 ഇതാവും. അങ്ങോട്ട് നേരെ തന്നെ അങ്ങോട്ട് പോവാം. കുറച്ച് ടൗണെല്ലാം കറങ്ങിയിട്ട് സ്റ്റുഡിയോയിലെല്ലാം പോയിട്ട് പോവാം. സുൽത്താൻ ബത്തേരി ടൗണാണിത്. ഹൈപ്പർ മാർക്കറ്റ്. ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ പോന്നാ സ്റ്റുഡിയോയിൽ പോന്നാ? സാധനങ്ങൾ പാല് ഫുള്ള് സാധനം എല്ലാം വേണം കിട്ടാം. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ സ്റ്റുഡിയോ എന്തായത്? ഓക്കെ, വീഡിയോ ഇപ്പം അടക്കുന്നുണ്ട്. എടുത്തോ. ചായക്ക് ബിസ്ക്കറ്റ് എടുത്തോ. പാലെടുത്തോണം. തൈര് വേണോ? തൈര് താഴത്ത്. അത് തൈര് മറ്റേ ഇതല്ല, എന്ത് പുളിയില്ലാത്തത് നമുക്കറിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോക്ക് പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് ഉള്ളിൽ കയറ്റാതെ തിരിച്ചയച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ കയറുമ്പോൾ തുടങ്ങി അനൗൺസ്മെൻറ്റ്, പുറത്ത് പോവാം. അങ്ങനെ ആടുന്നും തിരക്കാക്കിയിട്ട് പർച്ചേസ് ചെയ്ത് പുറത്ത് വന്നു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അതങ്ങനെ പോയി. ഷോപ്പിംഗ് എന്തായി കഴിഞ്ഞാ അങ്ങനെ പോയി. അപ്പോൾ 3 മിനിറ്റിലും സാധനം വാങ്ങാൻ നമ്മളാൾക്കാർക്ക് അറിയും.
അല്ലേ? അങ്ങനെ പോയി. ശരി. ആ വേണ്ട സാധനമെല്ലാം 3 മിനിറ്റിൽ എടുത്തിട്ടായില്ല. 1 മണിക്കൂറായെങ്കിൽ ഒരു സാധനം എടുക്കും. ഇത് 3 മിനിറ്റിൽ വേണ്ട സാധനമെല്ലാം എടുത്തിട്ടായി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളെ പൊരയും കൂടി ഫുള്ള് കാണിച്ചിട്ടായിട്ട് പിന്നെ നാളെ കാണാം. ഇതാണ് നമ്മ എടുത്ത വീട്. അതേപോലെ തന്നെ ഇവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ, ഇരിക്കാൻ നല്ലൊരു സോഫ സെറ്റ്, പാട്ടിലും പാടി ഒന്ന് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റപ്പ് വൈബ്. ഇതാണ് ഈ ആൾ, ഈ വീട്ടിൻ്റെ ആൾ. ഇയാളൊരു 17 ദിവസത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഡൈനിങ് ഹാള്, അതേപോലെ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്, കിച്ചണും സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഫുഡാക്കണമെങ്കിൽ ഫുഡാക്കാം. ഫ്രിഡ്ജുണ്ട്, ചെറിയ ഫ്രിഡ്ജ്. അതിലിപ്പം വാങ്ങിയ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ അതാണ് ഇതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ വരും. പിന്നെ അതിന് മേലെ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ചെറിയൊരു ഏരിയ വരുന്നുണ്ട്. അവിടുന്ന് 2 റൂം. അതാ പിയാനോ ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ടോയ്ലറ്റ് എല്ലാവർക്കും നല്ല നീറ്റടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതൊരു ബാൽക്കണിയുള്ള റൂം. നല്ല അടിപൊളി വ്യൂണ്ട്. തായ്ക്കഴി അതേപോലെ ഇവിടെ റൂം. ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്, ഹീറ്ററുണ്ട്. പിന്നെ ഇവിടെ പുറത്തൊരു ഏരിയ വരുന്നുണ്ട്. നമുക്ക് അവിടെ ഇങ്ങനെ ഒരു എൻ്റർടൈൻ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലും പറയുന്നത് ക്യാരംസിൻ്റെ സൗകര്യമുണ്ട്. അവിടെ നേരത്തെ വാശിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ എയർബിഎൻബിയിലാണ് ഈ വീട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ എയർബിഎൻബി നോക്കിയിട്ട് നല്ല വീടുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല വർത്തായിരിക്കും. ഇത് നമ്മൾ 1100 രൂപേൻ്റെ ഉള്ളിലാണ് ആയിട്ടുള്ളത്. ഫുള്ള് വീട്. രാവിലെ 12 മണി ചെക്കിൻ, 11 മണി ചെക്ക് ഔട്ട്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി. സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് യൂസ് ചെയ്യാം. അത് കേടുപാട് വരുത്താതെ ഇവ നമുക്ക് വാഷ് ചെയ്ത് അയൺ ചെയ്ത് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് പോകാം. എപ്പോഴും ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള വീടുകൾ എയർബിഎൻബിയിലുണ്ടാകുന്ന സ്റ്റേ ചെയ്യാൻ നമുക്ക് തരുന്ന റൂമുകൾ എടുക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി കണ്ടിന്യൂ നമുക്ക് നാളെ കാണാം. ഗൈസ്, ഫുഡെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സബ് ഫുഡ് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ. എന്താണ് അവിൽ മിൽക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ. ഏയ് എനിക്കൊന്നുമില്ല അവിൽ മിൽക്ക്, ഒന്നുമില്ല. Hijo, 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 hijo.